ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഇംഗ്ലീഷ്. നമ്മൾ ടെൻസിനെ കുറിച്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാട്ട് ഈസ് എ ടെൻസ് പഠിച്ചു. അതുപോലെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടെൻസും പറഞ്ഞായിരുന്നു. ഇതൊക്കെയാണ് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. നമ്മളിപ്പോൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഫസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണ് പ്രസൻറ്റ് ടെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ? സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ടും ഡീറ്റെയിൽ ആയിട്ടും പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം എവിടെയൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ സ്ട്രക്ചറും പഠിച്ചു കഴിഞ്ഞു. എന്താണ് അതിൻ്റെ സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഓബ്ജക്റ്റ്. ഇന്ന് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഏതെങ്കിലും ഒരു ആക്ഷൻ, ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ യൂസേജസ് നോക്കാം. അതായത് എവിടേക്കാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ടു എക്സ്പ്രസ് എൻ ആക്ഷൻ വിച്ച് ഈസ് ഹാപ്പനിങ് നൗ. അതായത് നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും ചെയ്യുകയാണ് എന്ന് പറയാനാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, രാം ഈസ് പ്ലേയിങ് ഫുട്ബോൾ. രാം ഫുട്ബോൾ കളിക്കുകയാണ്. അതായത് രാം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ടൈമിൽ രാം എന്താണ് അവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ആം, ഈസ്, ആർ എന്നാൽ ആണ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ആ മീനിങ് തന്നെ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. രാം ഈസ് പ്ലേയിങ്, ഈസ് മീൻസ് ആണ്, പ്ലേ ഇവിടുത്തെ വേർബ് ഏതാണ്? പ്ലേ. അപ്പോൾ കളിക്കുകയാണ്, ഈസ് പ്ലേയിങ്. അതുപോലെ ഒരു കാര്യം കൂടി ആലോചിക്കുക, കണ്ടിന്യൂസ് എന്ന് കേൾക്കുമ്പോൾ ING ഫോമാണ് ചേർക്കേണ്ടത്. വേർബിൻ്റെ കൂടെ ING ഫോം. കണ്ടിന്യൂസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളത് ആലോചിക്കുക. നെക്സ്റ്റ് വൺ, to express an action which consists of a series of actions repeated over a period of time. അതായത് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കുറച്ച് നാൾ കൊണ്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് പറയേണ്ടത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഏതെങ്കിലും ഒരു ആക്ഷൻ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുകയാണ്. അതിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ ആ ഒരു ആക്ഷൻ ചെയ്യണമെന്നില്ല. പക്ഷേ ഒരു ടൈം ഇൻ്റർവെല്ലിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ ആം സ്റ്റഡിയിങ് ഇൻ 10th സ്റ്റാൻഡേർഡ്. ഞാൻ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ച് കഴിയുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈം വരെ നിങ്ങളോട് ആര് ചോദിച്ചാലും നമ്മൾ എന്താണ് ഐ ആം സ്റ്റഡിയിങ് ഇൻ 10th സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത്, അല്ലേ? ഇപ്പം നിങ്ങളൊരു ഫംഗ്ഷനിൽ ചെല്ലുമ്പോഴായിരിക്കും നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുന്നത്, അല്ലേ? വാട്ട് ആർ യു ഡൂയിങ്? സോ വാട്ട് യു സേ? ഐ ആം സ്റ്റഡിയിങ് ഇൻ 10th സ്റ്റാൻഡേർഡ്. ആ ടൈമിൽ നിങ്ങൾ സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല. എങ്കിലും ആ ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ ആ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ നടക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലും നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. വൺ മോർ എക്സാമ്പിൾ, അറ്റ് പ്രസൻറ്റ് ഐ ആം വർക്കിംഗ് ആസ് എൻ അക്കൗണ്ടൻറ്റ്. ഇപ്പോൾ ഞാൻ ഒരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ രാത്രിയോ എപ്പോഴെങ്കിലും ആണ് നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? അറ്റ് പ്രസൻറ്റ് ഐ ആം വർക്കിംഗ് ആസ് എൻ അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമിൽ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന ആ ഒരു സീരീസ് ഓഫ് ആക്ഷനെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ടു ഡിനോട്ട് എ ഡെഫിനിറ്റ് പ്ലാൻ ഇൻ ഫ്യൂച്ചർ. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആക്ഷൻസും പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാം. ഈ സെയിം യൂസേജ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഫ്യൂച്ചറിൽ ചെയ്യാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ആക്ഷൻസ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ പറയാം, അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസിലും യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചറിലും പറയാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, വി ആർ ഗോയിങ് ഫോർ എ പിക്നിക് ടുമോറോ. ഞങ്ങൾ നാളെ ഒരു പിക്നിക്കിന് പോവുകയാണ്. നെക്സ്റ്റ് പോയിൻറ്റ്, നൗ, റൈറ്റ് നൗ, അറ്റ് പ്രസൻറ്റ്, അറ്റ് ദിസ് മൊമെൻറ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ടൈം ഇൻഡിക്കേറ്റേഴ്സ് ഏതെങ്കിലും ഒരു സെൻറ്റൻസിലുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. PSC ലെവൽ എക്സാമിന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. ഒരു സെൻറ്റൻസ് തന്നിട്ട് ബ്രാക്കറ്റിൽ നിന്ന് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാൻ കാണും. അപ്പോൾ ആ സെൻറ്റൻസിൽ ഈ പറഞ്ഞ വേർഡ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സെൻറ്റൻസ് എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്.
ഇനി നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. കണ്ടിന്യൂസ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോഴേ നമ്മൾ വേർബിൻ്റെ ING ഫോം ആണെന്നുള്ള കാര്യം മറക്കരുത്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ആം ഈസ് ആർ എന്നാൽ ആണ് എന്നാണല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ING ഫോം ഓഫ് ദ വേർബും കൂടെ വരുമ്പോൾ ചെയ്യുകയാണ് എന്നാണ് മീനിങ് വരുന്നത്. സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് ആം ഈസ് ആർ എന്നുള്ള ഓക്സിലറി വേർബ് ചേർക്കേണ്ടത്. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ആം എന്ന ഓക്സിലറി വേർബ് എപ്പോഴും ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമേ ചേർക്കാറുള്ളൂ അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ വേർബിൻ്റെ കൂടെ ING ഫോമും കൂടെ ചേർക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഞാനൊരു നോവൽ വായിക്കുകയാണ്. അതായത് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ പറയാൻ നോക്കൂ. ഐ ആം റീഡിങ് എ നോവൽ റൈറ്റ് നൗ. അപ്പോൾ ഇവിടെ നോക്കി, ഐ എന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ആം എന്ന ഓക്സിലറി യൂസ് ചെയ്തു. അതുപോലെ ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട്, കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് വേർബിൻ്റെ കൂടെ ING ഫോം ആഡ് ചെയ്തിരിക്കുന്നു. റീഡ് പ്ലസ് ING റീഡിങ്. അപ്പോൾ എങ്ങനെ വരും? ഐ ആം റീഡിങ് എ നോവൽ റൈറ്റ് നൗ. അപ്പോൾ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം എന്ന ഓക്സിലറിയാണ് ചേർത്തത്. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് എന്ന ഓക്സിലറി വേർബാണ് ചേർക്കേണ്ടത്. ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഹി, ഷീ, ഇറ്റ്, അതുപോലെ ഏതെങ്കിലും സിംഗുലർ ആയിട്ടുള്ള നൗൺ, ഫോർ എക്സാമ്പിൾ ബേർഡ്, അനു, ഇങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഓക്സിലറി വേർബ് ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മൾ വേർബിൻ്റെ കൂടെ ING ഫോമും കൂടെ ആഡ് ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കൂ. അവൻ നോവൽ വായിക്കുകയാണ്. ഹി ഈസ് റീഡിങ് എ നോവൽ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ? നമുക്കറിയാം സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം യൂസ് ചെയ്തു. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് എന്ന ഓക്സിലറിയാണ് ഉപയോഗിച്ചത്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ? അതെ, ആർ എന്ന ഓക്സിലറിയാണ് ഉപയോഗിക്കേണ്ടത്. ഏതൊക്കെയാണ് പ്ലൂറൽ സബ്ജക്റ്റ് എന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. യു, ദേ, വി, അതുപോലെ പ്ലൂറൽ ആയിട്ടുള്ള നൗൺസ്. ഫോർ എക്സാമ്പിൾ ഫ്രണ്ട്സ്, ബേർഡ്സ്, ഇതെല്ലാം ഒന്നിൽ കൂടുതലുള്ള സബ്ജക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഈ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെയൊക്കെ കൂടെ ആർ എന്ന ഓക്സിലറി വേർബാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ആർ പ്ലസ് വേർബ് പ്ലസ് ING ഫോം. എൻ്റെ ഫ്രണ്ട്സ് നോവൽ വായിക്കുകയാണ് എന്നെങ്ങനെ പറയാം? മൈ ഫ്രണ്ട്സ് ആർ റീഡിങ് നോവൽസ്. ഇവിടെ ഫ്രണ്ട്സ് പ്ലൂറൽ ആയതുകൊണ്ടാണ്, ഒന്നിൽ കൂടുതലുള്ളത് കൊണ്ടാണ് ആർ എന്ന ഓക്സിലറി യൂസ് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യാം. അവൾ പാട്ട് പാടുകയാണ്. ഷീ ഈസ് സിംഗിങ് എ സോങ്. അവർ പഠിക്കുകയാണ്. ദേ ആർ സ്റ്റഡിയിങ്. കുഞ്ഞ് കരയുകയാണ്. ദ ബേബി ഈസ് ക്രൈയിങ്. ഞങ്ങൾ TV കാണുകയാണ്. വി ആർ വാച്ചിങ് ടെലിവിഷൻ. ഇനി നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിനെ എങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസിലേക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കാം. ചെയ്യുകയാണ്. ആം ഡൂയിങ്, ഈസ് ഡൂയിങ് ഓർ ആർ ഡൂയിങ്. സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ആം, ഈസ്, ആർ ചേർക്കണം. ചെയ്യുകയല്ല. ആം നോട്ട് ഡൂയിങ്, ഈസൻ ഡൂയിങ് ഓർ ആർ നോട്ട് ഡൂയിങ്. ചെയ്യുകയാണോ? അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ വേർഡാണ്. ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ഓക്സിലറി വേർബ് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഐ എന്ന സബ്ജക്റ്റ് ആണെങ്കിൽ ആം ഐ ഡൂയിങ്, ഞാൻ ചെയ്യുകയാണോ? ഈസ് ഹി ഡൂയിങ്, അവൻ ചെയ്യുകയാണോ? ആർ ദേ ഡൂയിങ്, അവർ ചെയ്യുകയാണോ? നെക്സ്റ്റ് വൺ, ചെയ്യുകയല്ലേ. ഇതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസിന് നമ്മൾ ഓക്സിലറി വേർബിൻ്റെ കൂടെ നോട്ട് എന്നുള്ളൊരു വേർഡും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എങ്ങനെ വരും? ആമിൻ്റെ ഡൂയിങ്, ഞാൻ ചെയ്യുകയല്ലേ. ഈസൻ ഹി ഡൂയിങ്, അവൻ ചെയ്യുകയല്ലേ. ആരൻ ദേ ഡൂയിങ്, അവർ ചെയ്യുകയല്ലേ. ഇനി നമുക്ക് സെയിം സെൻറ്റൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ, അവൻ ക്രിക്കറ്റ് കളിക്കുകയാണ്. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കുകയല്ല. അപ്പോൾ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓക്സിലറി വേർബിൻ്റെ കൂടെ നോട്ട് എന്നുള്ള വേർഡ് ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? ഹി ഈസ് നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. നെക്സ്റ്റ് വൺ,
അവൻ ക്രിക്കറ്റ് കളിക്കുകയാണോ? അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ വേർഡാണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൻസർ എസ് അല്ലെങ്കിൽ നോ എന്നാണ് കിട്ടുന്നത്. അവൻ ക്രിക്കറ്റ് കളിക്കുകയാണോ? എസ് അല്ലെങ്കിൽ നോ എന്നാണ് ആൻസർ കിട്ടുന്നത് അല്ലേ? നമുക്കറിയാം ആണ് എന്നതിനുള്ള വേർഡ്സ് ഏതൊക്കെയാണ്? ആം ഓർ ഈസ് ഓർ ആർ. അപ്പോൾ ആണോ, അപ്പോൾ നമ്മൾ ഓക്സിലറി വേർബ് വെച്ചിട്ട് വേണം ആ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ അവൻ എന്നുള്ളൊരു സിംഗുലർ സബ്ജക്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പം ഈസ് എന്ന ഓക്സിലറിയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ വരും? ഈസ് ഹി പ്ലേയിങ് ക്രിക്കറ്റ്? അവൻ ക്രിക്കറ്റ് കളിക്കുകയല്ലേ? അപ്പോൾ ഇതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണല്ലേ? അപ്പോൾ എങ്ങനെ പറയാം? ഈസൻ ഹി പ്ലേയിങ് ക്രിക്കറ്റ്? ഈ സെൻറ്റൻസിലെല്ലാം സിംഗുലർ സബ്ജക്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പ്ലൂറൽ സബ്ജക്റ്റ് വെച്ച് എങ്ങനെ സെൻറ്റൻസ് ചേഞ്ച് ചെയ്യാൻ നോക്കാം. അവർ സയൻസ് പഠിക്കുകയാണ്. ദേ ആർ സ്റ്റഡിയിങ് സയൻസ്. അവർ സയൻസ് പഠിക്കുകയല്ല. ദേ ആർ നോട്ട് സ്റ്റഡിയിങ് സയൻസ്. അവർ സയൻസ് പഠിക്കുകയാണോ? അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ വേർഡാണ്. ആർ ദേ സ്റ്റഡിയിങ് സയൻസ്? അവർ സയൻസ് പഠിക്കുകയല്ലേ? ഇതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണല്ലേ? ആർ ദേ സ്റ്റഡിയിങ് സയൻസ്? ഇനി നമുക്ക് കുറച്ച് ഡബ്ല്യൂഎച്ച് ക്വസ്റ്റ്യൻസ് കൂടി പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എവിടെയാണ് പോകുന്നത്? വേർ ആർ യു ഗോയിങ്? അവൻ എപ്പോഴാണ് പോകുന്നത്? വെൻ ഈസ് ഹി ഗോയിങ്? അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ തന്നിരിക്കുന്ന വേർബ്സിൻ്റെ കൂടെ ഒന്നും നമ്മൾ ING ഫോം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാറില്ല. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ആം ഈസ് ആർ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആണെങ്കിൽ WH ക്വസ്റ്റ്യൻ പ്ലസ് ഓക്സിലറി വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്സിലറി വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. ഇപ്പോൾ എല്ലാവർക്കും പ്രസൻറ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള സെൻറ്റൻസുകൾ നിങ്ങളും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ടോപ്പിക് മനസ്സിലായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.